നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഞാൻ ദൈവത്തിൻ്റെ മകനാണ്, സാക്ഷാൽ യേശുക്രിസ്തുവാണ്. വിഭ്രാന്തിയുടെ ലോകത്തിരുന്ന് വിമാനത്താവളങ്ങളെയും ഭരണകൂടങ്ങളെയും വിറപ്പിച്ച 21-കാരൻ ഒടുവിൽ അമേരിക്കൻ പ്രസിഡന്റിന്റെ ഔദ്യോഗിക വസതിയായ വൈറ്റ് ഹൗസിന് മുന്നിൽ ചോരയിൽ കുളിച്ചു വീണു. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെതിരെ സോഷ്യൽ മീഡിയയിൽ പരസ്യമായി വധഭീഷണി മുഴക്കുകയും താൻ ദൈവത്തിൻ്റെ അവതാരമാണെന്ന് വിശ്വസിക്കുകയും ചെയ്ത മേരിലാൻഡ് സ്വദേശി നസീർ ബെസ്റ്റാണ് സീക്രട്ട് സർവീസിൻ്റെ പ്രത്യാക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. താൻ യേശുക്രിസ്തുവിൻ്റെ പുനർജന്മമാണെന്ന് വിശ്വസിച്ചിരുന്ന യുവാവാണ് നസീർ ബെസ്റ്റ് എന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. വൈറ്റ് ഹൗസിന് പുറത്ത് വെടിവെപ്പ് നടത്താൻ യുവാവിനെ പ്രേരിപ്പിച്ച കാരണം എന്താണെന്ന് വ്യക്തമായിട്ടില്ല. നസീർ ബെസ്റ്റ് കടുത്ത മാനസിക പ്രശ്നങ്ങൾ നേരിട്ടിരുന്നുവെന്നാണ് റിപ്പോർട്ട്. 21-കാരനായ നസീർ ബെസ്റ്റ് വൈറ്റ് ഹൗസിന് പുറത്തുള്ള സുരക്ഷാ ചെക്ക് പോയിന്റിൽ വെച്ചാണ് വെടിയുതിർത്തത്. ഇയാൾ വൈറ്റ് ഹൗസിന്റെ പ്രവേശന കവാടങ്ങളിൽ നിരന്തരം ചുറ്റിത്തിരിയുന്നത് പതിവായിരുന്നു. തുടർന്ന് സീക്രട്ട് സർവീസ് യുവാവിന് മുന്നറിയിപ്പ് നൽകുകയും ചെയ്തതാണ്. വെടിവയ്പ്പിനെ കുറിച്ച് ഫെഡറൽ ഏജൻസികൾ സംയുക്ത അന്വേഷണം ആരംഭിച്ചതായി FBI പിന്നീട് സ്ഥിരീകരിച്ചു. ശനിയാഴ്ച വൈകുന്നേരമുണ്ടായ വെടിവെപ്പിന് പിന്നാലെ ഇയാളുടെ ഞെട്ടിക്കുന്ന മാനസിക രോഗ പശ്ചാത്തലമാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. വൈറ്റ് ഹൗസ് കോംപ്ലക്സിന് തൊട്ടുപുറത്തുള്ള അതീവ സുരക്ഷാ പ്രാധാന്യമുള്ള ചെക്ക് പോസ്റ്റിലേക്ക് യാതൊരു ഭയവുമില്ലാതെയാണ് നസീർ ബെസ്റ്റ് നടന്നു നീങ്ങുന്നത്. സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് മുന്നിലെത്തിയതും കൈവശമുണ്ടായിരുന്ന ബാഗിൽ നിന്നും റിവോൾവർ വലിച്ചൂരി തുരുതുര വെടിയുതിർക്കുകയായിരുന്നു. വൈറ്റ് ഹൗസിന്റെ ഹൃദയഭാഗത്ത് 15 മുതൽ 30 വരെ റൗണ്ട് വെടിയൊച്ചകൾ ഉയർന്നതോടെ മിനിറ്റുകൾക്കുള്ളിൽ പ്രദേശം യുദ്ധക്കളത്തിന് സമാനമായി മാറി. പൊടുന്നനെയുണ്ടായ ആക്രമണത്തിൽ സുരക്ഷാ ഉദ്യോഗസ്ഥർ ആദ്യമൊന്ന് ഞെട്ടിയെങ്കിലും അതിവേഗം പ്രതിരോധം തീർത്തു. ഒട്ടും സമയം കളയാതെ സീക്രട്ട് സർവീസ് പോലീസ് ആക്രമിക്ക് നേരെ പ്രത്യാക്രമണം നടത്തി. സുരക്ഷാ സേനയുടെ വെടിയേറ്റു വീണ നസീറിനെ ഉടൻ തന്നെ GW മെഡിക്കൽ സെന്ററിലേക്ക് കൊണ്ടുപോയി എങ്കിലും വഴിമധ്യേ തന്നെ മരണം സംഭവിക്കുകയായിരുന്നു. വൈറ്റ് ഹൗസ് നോർത്ത് ലോണിൽ തത്സമയ വാർത്താ റിപ്പോർട്ടിംഗ് നടത്തിക്കൊണ്ടിരുന്ന മാധ്യമപ്രവർത്തകർ വെടിയൊച്ച കേട്ട് പ്രസ് ബ്രീഫിംഗ് റൂമിലേക്ക് ജീവനും കൊണ്ടാണ് ഓടിക്കയറിയത്. മാധ്യമപ്രവർത്തകരെ സുരക്ഷിതമായി കെട്ടിടത്തിനുള്ളിലേക്ക് മാറ്റിയ ഉദ്യോഗസ്ഥർ വൈറ്റ് ഹൗസ് പൂർണ്ണമായും ലോക്ക്ഡൌൺ ചെയ്തു. ആക്രമണം നടക്കുമ്പോൾ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വൈറ്റ് ഹൗസിനുള്ളിൽ സുരക്ഷിതനായിരുന്നു. അക്രമിക്ക് ജനറൽ പെരിമീറ്റർ ഭേദിച്ച് ഉള്ളിലേക്ക് കടക്കാൻ സാധിച്ചിരുന്നില്ല. പരസ്പരമുണ്ടായ വെടിവെപ്പിൽ വഴിപോക്കനായ ഒരു സാധാരണക്കാരന് ഗുരുതരമായി വെടിയേറ്റിട്ടുണ്ട്. ഇയാൾ ഇപ്പോൾ ക്രിട്ടിക്കൽ കെയർ വിഭാഗത്തിൽ അതീവ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലാണ്. മുൻകരുതൽ നടപടിയുടെ ഭാഗമായി ഒരു സീക്രട്ട് സർവീസ് ഏജന്റിനെയും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് ആർക്കും തന്നെ വെടിയേറ്റിട്ടില്ലെന്ന് ഔദ്യോഗിക വൃത്തങ്ങൾ സ്ഥിരീകരിച്ചു. കൊല്ലപ്പെട്ട നസീർ ബെസ്റ്റ് US ഫെഡറൽ അധികൃതർക്കും രഹസ്യാന്വേഷണ ഏജൻസികൾക്കും ഒരു പുത്തൻ മുഖമായിരുന്നില്ല എന്നതാണ് സുരക്ഷാ ഏജൻസികളെ ഇപ്പോൾ കുഴയ്ക്കുന്നതും. വാഷിംഗ്ടൺ മെട്രോപൊളിറ്റൻ പോലീസ് ഡിപ്പാർട്ട്മെന്റിനും സീക്രട്ട് സർവീസിനും ഇയാളുടെ മുൻകാല മാനസിക നിലയെക്കുറിച്ചും ക്രിമിനൽ പശ്ചാത്തലത്തെക്കുറിച്ചും കൃത്യമായ ബോധ്യമുണ്ടായിരുന്നു. എന്നിട്ടും ഇയാളുടെ നീക്കങ്ങൾ നിരീക്ഷിക്കുന്നതിൽ സുരക്ഷാ വിഭാഗത്തിന് വീഴ്ച പറ്റിയോ എന്ന ചോദ്യം ഉയരുന്നുണ്ട്. ഇയാൾക്ക് വൈറ്റ് ഹൗസ് ഒരു തരത്തിലുള്ള മാനസിക അഭിനിവേശമായിരുന്നു എന്ന് തെളിയിക്കുന്നതാണ് മുൻകാല കോടതി രേഖകൾ. കഴിഞ്ഞ വർഷം ജൂൺ 26-നാണ് ഇയാൾ ആദ്യമായി വൈറ്റ് ഹൗസിന് സമീപത്ത് വെച്ച് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഉദ്യോഗസ്ഥരെ സമീപിച്ച് പരസ്യമായി ഭീഷണി മുഴക്കിയത്. അന്ന് കസ്റ്റഡിയിലെടുത്ത് വിട്ടയച്ച ഇയാൾ കൃത്യം 2 ആഴ്ചയ്ക്ക് ശേഷം ജൂലൈ 10-ന് വീണ്ടും വൈറ്റ് ഹൗസിലെ നിരോധിത മേഖലയിലേക്ക് അതിക്രമിച്ചു കയറിയിരുന്നു. നിയമവിരുദ്ധമായി അതിക്രമിച്ചു കയറിയെന്ന കുറ്റത്തിന് ഡിസ്ട്രിക്റ്റ് ഓഫ് കൊളംബിയ സുപ്പീരിയർ കോടതിയുടെ നിർദ്ദേശപ്രകാരം അന്ന് പോലീസ് ഇയാളെ അറസ്റ്റ് ചെയ്തു. ഈ അറസ്റ്റിനിടയിലാണ് സുരക്ഷാ ഉദ്യോഗസ്ഥരെ പോലും അമ്പരിപ്പിച്ച വെളിപ്പെടുത്തലുകൾ ഇയാൾ നടത്തിയത്. താൻ സാക്ഷാൽ യേശുക്രിസ്തുവാണെന്നും തനിക്ക് പോലീസിന്റെ പിടിയിലാകണമെന്നും അറസ്റ്റ് ചെയ്യപ്പെടണമെന്നുമാണ് ഇയാൾ വിളിച്ചു പറഞ്ഞത്. തുടർന്ന് കോടതി ഇടപെട്ടാണ് ഇയാളെ മാനസികാരോഗ്യ കേന്ദ്രത്തിലെ പ്രത്യേക ചികിത്സയ്ക്കായി അയച്ചത്. ഇയാളുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ പരിശോധിച്ച അന്വേഷണ സംഘത്തിന് കൂടുതൽ ഞെട്ടിക്കുന്ന തെളിവുകളും ലഭിച്ചിട്ടുണ്ട്. താൻ ദൈവത്തിന്റെ മകനാണെന്ന് അവകാശപ്പെടുന്ന പോസ്റ്റുകൾക്ക് പുറമെ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ ശാരീരികമായി അപായപ്പെടുത്തും എന്ന തരത്തിലുള്ള കടുത്ത വധഭീഷണികളും ഇയാൾ കുറിച്ചിട്ടിരുന്നു. മാനസിക രോഗ കേന്ദ്രത്തിൽ നിന്നും പുറത്തിറങ്ങിയ ഇയാൾക്ക് അതീവ മാരകമായ റിവോൾവർ എങ്ങനെ ലഭിച്ചു എന്നതിനെക്കുറിച്ച് FBI അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. സംഭവത്തിന് പിന്നാലെ സീക്രട്ട് സർവീസിന്റെ ധീരമായ നടപടിയെ US ഹൗസ് സ്പീക്കർ മൈക്ക് ജോൺസൺ അഭിനന്ദിച്ചു. പ്രസിഡന്റ് ട്രംപിനെ സംരക്ഷിക്കാൻ ഉദ്യോഗസ്ഥർ കൃത്യമായ സമയത്ത് എടുത്ത നിർണായക തീരുമാനം രാജ്യത്തിന് അഭിമാനമാണെന്ന് അദ്ദേഹം പറഞ്ഞു. വെടിവയ്പിൽ പരിക്കേറ്റ വഴിയാത്രക്കാരൻ എത്രയും വേഗം സുഖം പ്രാപിക്കട്ടെ എന്നും അദ്ദേഹം ആശംസിച്ചു.
FBI, ATF, മെട്രോപൊളിറ്റൻ പോലീസ് എന്നിവർ സംയുക്തമായാണ് നിലവിൽ കേസ് അന്വേഷിക്കുന്നത്. ഡൊണാൾഡ് ട്രംപിനെ ലക്ഷ്യമിട്ട് ഒരു മാസത്തിൽ 2ാം തവണയാണ് ഇപ്പോൾ വെടിവെപ്പ് നടന്നിരിക്കുന്നത്. ട്രംപിന് പരിക്കൊന്നും സംഭവിച്ചില്ല. വൈറ്റ് ഹൗസിലെ സുരക്ഷാ സേനയ്ക്കെതിരെയാണ് വെടിവെപ്പ് ഉണ്ടായതെങ്കിലും ഏറെ ആശങ്ക ഉണ്ടാക്കുന്നതാണ് ഈ സംഭവങ്ങളെന്ന് അമേരിക്കയും ലോകരാജ്യങ്ങളിലെ സുരക്ഷാ നിരീക്ഷകരും വിലയിരുത്തുന്നു. പ്രസിഡന്റ് ട്രംപ് വൈറ്റ് ഹൗസിൽ ഉള്ളപ്പോൾ തന്നെയാണ് പലതവണ വെടിവെപ്പുണ്ടായത്. വൈറ്റ് ഹൗസിന് പുറത്ത് നിരവധി വെടിയേറ്റുകൾ കേട്ടതായി റിപ്പോർട്ടുണ്ട്. ആർക്കും അപകടമോ പരിക്കോ ഒന്നും തന്നെയില്ല. തുടർന്ന് പോലീസ് ഉദ്യോഗസ്ഥരും ഫെഡറൽ ഏജന്റുമാരും പ്രസിഡൻഷ്യൽ സമുച്ചയത്തിന് ചുറ്റുമുള്ള പ്രദേശത്ത് വൻ സുരക്ഷാ സംവിധാനം ഏർപ്പെടുത്തി. ഏപ്രിൽ 25-ന് വാഷിംഗ്ടൺ ഹോട്ടലിൽ വൈറ്റ് ഹൗസ് കറസ്പോണ്ടൻസ് അസോസിയേഷൻ സംഘടിപ്പിച്ച വാർഷിക അത്താഴ വിരുന്നിനിടെ ട്രംപിനെതിരെ നടന്ന വധശ്രമത്തിന് ഏകദേശം ഒരു മാസത്തിന് ശേഷമാണ് വൈറ്റ് ഹൗസിന് സമീപമുള്ള ഏറ്റവും പുതിയ വെടിവയ്പ് സംഭവം. കാലിഫോർണിയയിലെ ടോറൻസിലെ കോൾ തോമസ് അലൻ ട്രംപിനെ കൊല്ലാൻ ശ്രമിച്ചുവെന്ന കുറ്റത്തിൽ കുറ്റക്കാരനല്ലെന്ന് സമ്മതിക്കുകയും ഫെഡറൽ കസ്റ്റഡിയിൽ തുടരുകയും ചെയ്തതായി ഉദ്യോഗസ്ഥർ പറഞ്ഞു. ട്രംപ് സമീപ വർഷങ്ങളിൽ നിരവധി സുരക്ഷാ ഭീഷണികൾ നേരിട്ടിട്ടുണ്ട്. മറ്റൊരു സംഭവത്തിൽ ട്രംപ് ഇന്റർനാഷണൽ ഗോൾഫ് ക്ലബ്ബിൽ ഗോൾഫ് കളിക്കുന്നതിനിടെ അദ്ദേഹത്തെ ലക്ഷ്യം വെച്ചതായി റിപ്പോർട്ടുണ്ട്. നേരത്തെ 2024-ലെ US പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ തോമസ് മാത്യു ക്രൂക്സ് എന്ന തോക്കുധാരി പ്രചാരണ പരിപാടിക്കിടെ അടുത്തുള്ള മേൽക്കൂരയിൽ നിന്ന് വെടിയുതിർത്തിരുന്നു. ട്രംപിന്റെ വലതു ചെവിയിൽ ഒരു വെടിയുണ്ട തുളച്ചു കയറുകയും ചെയ്തു. രക്തസ്രാവമുണ്ടായിട്ടുണ്ട്. ക്രൂക്സ് വെടിവെക്കാൻ തുടങ്ങിയ നിമിഷങ്ങൾക്ക് ശേഷം ഒരു സീക്രട്ട് സർവീസ് സ്നൈപ്പർ അദ്ദേഹത്തെ വെടിവെച്ചു കൊല്ലുകയായിരുന്നു. ഇന്നലെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ മകൾ ഇവാങ്ക ട്രംപിനെ വധിക്കാൻ IRGC പരിശീലനം നേടിയ ഒരു ഭീകരൻ ലക്ഷ്യമിട്ടതായി ന്യൂയോർക്ക് പോസ്റ്റ് റിപ്പോർട്ട് ചെയ്തിരുന്നു. മെയ് 15-ന് തുർക്കിയിൽ അറസ്റ്റിലായതിന് പിന്നാലെ അമേരിക്കയിലേക്ക് നാടുകടത്തപ്പെട്ട മുഹമ്മദ് ബാക്കർ സാദ് ദാവൂദ് അൽസാദിയാണ് ഇവാങ്കയെ കൊലപ്പെടുത്താൻ തീരുമാനിച്ചിരുന്നതെന്നാണ് റിപ്പോർട്ട്. ഖത്തൈബ് ഹിസ്ബുള്ളയുമായി ഇയാൾക്ക് ബന്ധമുണ്ടെന്നും അധികൃതർ വ്യക്തമാക്കി. ടെഹ്റാനിൽ വെച്ചാണ് ഇറാനിയൻ സൈനിക ഉദ്യോഗസ്ഥനായ അഹമ്മദ് കസേമിയുടെ മകനായ അൽസാദി IRGCയുടെ പരിശീലനം നേടിയത്. സുലൈമാനിക്കൊപ്പം സൈനിക ഭൂപടങ്ങൾ പരിശോധിക്കുന്ന ഇയാളുടെ ചിത്രങ്ങളും അധികൃതർക്ക് ലഭിച്ചിട്ടുണ്ട്. ഫ്ലോറിഡയിലെ ഇവാങ്കയുടെ വസതിയുടെ ബ്ലൂ പ്രിന്റ് അറസ്റ്റിലാകുമ്പോൾ ഇയാളുടെ കൈവശമുണ്ടായിരുന്നു. ഇയാൾ ഫ്ലോറിഡയിലെ ഇവരുടെ വീടിന്റെ ചിത്രം സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കുകയും അമേരിക്കക്കാരുടെ കൊട്ടാരങ്ങൾക്കോ രഹസ്യ സർവീസിനോ അവരെ സംരക്ഷിക്കാനാവില്ലെന്ന് പരസ്യ ഭീഷണി മുഴക്കുകയും ചെയ്തിരുന്നു. 2020-ൽ അമേരിക്ക നടത്തിയ ഡ്രോൺ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട തന്റെ പിതൃതുല്യനായി കണ്ടിരുന്ന ഇറാനിയൻ സൈനിക കമാൻഡർ ഖാസിം സുലൈമാനിയുടെ മരണത്തിന് പ്രതികാരമായാണ് ഇയാൾ ഇവാങ്കയെ വധിക്കാൻ പദ്ധതിയിട്ടത് എന്ന് പറയുന്നു. ഇതിനിടെ പ്രസിഡന്റ് ട്രംപിനെതിരെയുള്ള വധശ്രമ കേസിലെ പ്രതിയായ കോൾ അലൻ നാളെ ഫെഡറൽ കോടതിയിൽ പ്രാഥമിക വാദം കേൾക്കലിനായി ഹാജരാകുമെന്ന് US നീതിന്യായ വകുപ്പ് അറിയിച്ചു. അലന്റെ പശ്ചാത്തലത്തെയും ഉദ്ദേശങ്ങളെയും കുറിച്ച് ബ്യൂറോ പൂർണ്ണ അന്വേഷണം നടത്തുന്നുണ്ടെന്ന് FBI ഡയറക്ടർ കാഷ് പട്ടേൽ പറഞ്ഞു. വൈറ്റ് ഹൗസ് കറസ്പോണ്ടൻസ് അസോസിയേഷൻ ഡിന്നർ സംഘടിപ്പിച്ച വാഷിംഗ്ടൺ ഹോട്ടലിൽ ഇന്നുണ്ടായ വലിയ സുരക്ഷാ വീഴ്ചയെ തുടർന്നാണ് കേസ്. ഹിൽട്ടൺ ഹോട്ടലിലെ സുരക്ഷാ ചെക്ക് പോയിന്റിൽ ആയുധധാരിയായ ഒരാൾ അതിക്രമിച്ചു കടക്കാൻ ശ്രമിച്ചതായും പ്രധാന ബോൾ റൂമിൽ നിന്ന് അകലെ ലോബി ഏരിയയിൽ രഹസ്യ സേവനവുമായി വെടിവയ്പുണ്ടായതായും അധികൃതർ പറഞ്ഞു. പ്രതിയെ വെടിവയ്ക്കാതെ കസ്റ്റഡിയിലെടുത്തു. പ്രസിഡന്റ് ട്രംപ്, പ്രഥമ വനിത മെലാനിയ ട്രംപ്, വൈസ് പ്രസിഡന്റ് JD വാൻസ് എന്നിവരെ സുരക്ഷിതമായ സ്ഥലത്തേക്ക് മാറ്റി. ഒരു സീക്രട്ട് സർവീസ് ഉദ്യോഗസ്ഥന് പരിക്കേറ്റു. ബുള്ളറ്റ് പ്രൂഫ് വെസ്റ്റ് ധരിച്ചതിനാൽ പക്ഷേ ജീവൻ രക്ഷപ്പെട്ടുവെന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞു. അത്താഴം റദ്ദാക്കി, വീണ്ടും ഷെഡ്യൂൾ ചെയ്യും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കനേഡിയൻ പ്രധാനമന്ത്രി മാർക്ക് കാർണി, മെക്സിക്കൻ പ്രസിഡന്റ് ക്ലൗഡിയ ഷെയ്ൻബോം, ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി ആൽബിനസ്, പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷെഹബാസ് ഷെരീഫ് എന്നിവരുൾപ്പെടെ ലോക നേതാക്കൾ സംഭവത്തെ അപലപിച്ചു. അമേരിക്കൻ പ്രസിഡന്റിനും മറ്റ് ഉദ്യോഗസ്ഥർക്കും പരിക്കേൽക്കാത്തതിൽ അവർ ആശ്വാസം പ്രകടിപ്പിച്ചു. അതേസമയം ജനാധിപത്യത്തിൽ രാഷ്ട്രീയ ആക്രമണത്തിന് സ്ഥാനമില്ലെന്ന് അവർ ഊന്നിപ്പറയുകയും ചെയ്തു. മലയാളി വാർത്ത ഇൻസൈഡ്.